കൊല്ലം ജില്ലയുടെ തീരദേശ സൗന്ദര്യത്തിൽ നൂറ്റാണ്ടുകളുടെ വിശ്വാസവും ചരിത്രവും പേറി നിലകൊള്ളുന്ന പുറ്റിങ്ങൽ ദേവീക്ഷേത്രം കേവലമൊരു ആരാധനാലയം മാത്രമല്ല, അത് കേരളീയ സാംസ്കാരിക പൈതൃകത്തിലെ ഒരു നിർണായക ഏടാണ്. ഐതിഹ്യങ്ങളുടെയും ആചാരങ്ങളുടെയും സാമൂഹിക പരിണാമങ്ങളുടെയും കഥകൾ ഈ മണ്ണിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പ്രപഞ്ചത്തിന്റെ ആദിമാതാവായ ശ്രീ ഭദ്രകാളി അഥവാ ആദിപരാശക്തിയാണ്. ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരീകരിക്കപ്പെടുന്നത് തികച്ചും അസാധാരണമായ സാഹചര്യങ്ങളിലൂടെയാണ്. ക്ഷേത്രത്തിന്റെ പേര് തന്നെ ഈ അസാധാരണത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഐതിഹ്യവും ആചാരപ്പെരുമയും എല്ലാം ഒത്തുചേരുന്ന തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പുറ്റിങ്ങൽ ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ തീരദേശ ഗ്രാമമായ പരവൂരിന്റെ ദേശദേവതയായി വാഴുന്ന പുറ്റിങ്ങൽ ദേവി ഈ നാട്ടുകാരുടെ എല്ലാമാണ്. 400 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെ. പുറ്റിങ്ങൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിബിഡമായ കാവുകളും കാടുകളും നിറഞ്ഞതായിരുന്നു. ശക്തിയുടെ പ്രതീകമായ ഭദ്രകാളിയും പരിവാരങ്ങളും ഒരു യാത്രക്കിടെ ഇവിടെ എത്തിച്ചേർന്നു. ദാഹം സഹിക്കവയ്യാതെ ഭഗവതി തെങ്ങിൽ കരിക്ക് ചെത്തിക്കൊണ്ടിരുന്ന ഒരു ഈഴവ സമുദായക്കാരനെ കാണുകയും തളർച്ച മാറ്റാൻ കരിക്ക് ആവശ്യപ്പെടുകയും ചെയ്തു. ആ മനുഷ്യൻ ഭക്തിയോടെ കരിക്ക് വെട്ടി നൽകി. ദേവി അത് സ്വീകരിച്ചെങ്കിലും ഒരു കരിക്ക് നൽകുന്നതിനിടെ പൊട്ടിപ്പോവുകയും എന്നിട്ടും ഭഗവതി അത് വാങ്ങി ദാഹം ശമിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവമാണത്രേ കരിക്ക് ഇന്നും ഭഗവതിയുടെ ഇഷ്ടനിവേദ്യമായി തുടരുന്നതിന്റെ കാരണം. ദാഹം ശമിച്ച ശേഷം ഭഗവതി ആ പ്രദേശത്തെ ഒരു മൺപുറ്റിൽ തന്നെ വസിക്കാൻ തീരുമാനിച്ചു. ഭഗവതി ഉറുമ്പിൻ പുറ്റിൽ വസിക്കുന്നു എന്ന വിശ്വാസമാണ് ക്ഷേത്രത്തിന് പുറ്റിങ്ങൽ എന്ന പേര് കിട്ടാൻ കാരണം. ഭഗവതിയുടെ പുറ്റിലെ വാസം പ്രകൃതിയുമായുള്ള ദേവതാസങ്കല്പത്തിന്റെ ആഴത്തിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. മണ്ണിന്റെയും പ്രകൃതിയുടെയും ശക്തിയായ മാതൃദേവ ആരാധനയുടെ തുടർച്ച ഈ ഐതിഹ്യത്തിൽ കാണാം. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ പ്രദേശത്ത് പുല്ലരിഞ്ഞുകൊണ്ടിരുന്ന കുറവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ അരിവാൾ അബദ്ധവശാൽ ഈ മൺപുറ്റിൽ കൊള്ളുകയും പുറ്റുമുറിഞ്ഞ് രക്തം വാർന്നു വരികയും ചെയ്തു. ഭയന്നുപോയ ആ സ്ത്രീ അടുത്തുള്ള മൂപ്പൻരഴികം എന്ന ഈഴവ കുടുംബത്തെ വിവരമറിയിച്ചു. അയിത്താചാരങ്ങൾ അതിശക്തമായി നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നതുകൊണ്ട് ഈഴവ കുടുംബത്തിലെ കാരണവർ സമീപത്തെ നായർ തറവാടുകളിൽ വിവരമറിയിച്ചു. പിന്നീട് എല്ലാവരുടെയും നേതൃത്വത്തിൽ ദേവപ്രശ്നം വെച്ച് ഭഗവതിയുടെ സാന്നിധ്യം ഉറപ്പിച്ചു. കണ്ണകി ചരിതമാണ് തോന്നാപ്പാട്ടിലൂടെ പറയുന്നത്. ദാരികനെ വധിച്ചിട്ട് വരുന്ന ദേവി നാട്ടുകൾ പൊങ്കാലിയിട്ട് ആണ് ആ മുഹൂർത്തം എതിരേൽക്കുന്നത്. ഇവിടെ കുരുതി അത് രാത്രി 2 മണിക്കാണ് നടക്കുന്നത്. ഭയങ്കര വിശേഷപ്പെട്ട അമ്പലത്തിൻ്റെ ഒരു തെക്കേ വാതിൽ അല്ല വടക്കേ വാതിൽ അന്ന് മാത്രമേ തുറക്കത്തുള്ളൂ. ദർശനം നടത്താൻ ഒരുപാട് ഭക്തജനങ്ങളുടെ ഭയങ്കര മറ്റരക്കമുണ്ട്. അത് 1 മണിക്കൂർ അന്ന് ക്ഷേത്രം ആ വാതിൽ തുറക്കുക. കുരുതി കഴിയുമ്പോൾ വാതിൽ അടയ്ക്കും. പിന്നെ അടുത്ത വർഷമേ അത് തുറക്കത്തുള്ളൂ. കണ്ണകി ചരിതവുമായി ബന്ധപ്പെട്ടും ക്ഷേത്രോൽപത്തിയുടെ കഥകളുണ്ട്. ദേവപ്രശ്നത്തിലെ വിധി സാമൂഹികമായി വിപ്ലവകരമായിരുന്നു. ഭഗവതിക്ക് പൂജ ചെയ്യേണ്ടത് ഈഴവ സമുദായത്തിൽപ്പെട്ടവരായിരിക്കണം. ഇത് സാമൂഹ്യനീതിയുടെ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു. അങ്ങനെ മൂപ്പൻരഴികം കുടുംബക്കാർ ക്ഷേത്രത്തിലെ ശാന്തികർമ്മങ്ങൾ ചെയ്യുകയും ആ കീഴ്വഴക്കം ക്ഷേത്രം നിലവിൽ വന്ന അന്നു മുതൽ ഇന്ന് വരെ തുടർന്നു പോരുകയും ചെയ്യുന്നു. കിളിമാനൂർ രാജാവ് ക്ഷേത്രം പണിയുന്നതിനായി ഏകദേശം 60 ഏക്കറോളം ഭൂമി പതിച്ചു നൽകി. പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ ഭദ്രകാളി ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയുടെ പ്രധാന ഭാവങ്ങളിലൊന്നാണ്. ഈ സങ്കല്പം ഭഗവതിയുടെ പ്രാധാന്യത്തെയും ശക്തിയെയും അടയാളപ്പെടുത്തുന്നു. പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ആദിപരാശക്തിയായ കാളിയെ ആരാധിച്ചു തുടങ്ങിയത്. ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവാണ്. ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കണം എന്നൊരു വിശ്വാസവുമുണ്ട്. ആദ്യകാലങ്ങളിൽ ഗോത്രജനത കാളിയെ പ്രകൃതി, ഊർവരത, മണ്ണിന്റെ ഫലഭൂയിഷ്ടി തുടങ്ങിയ ഭാവങ്ങളിൽ ആരാധിച്ചിരുന്നു. കാർഷിക സമൃദ്ധിക്കും യുദ്ധവിജയത്തിനും രോഗമുക്തിക്കും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി ഭഗവതിയെ ആരാധിച്ചിരുന്നു. ഭഗവതി ക്ഷേത്രങ്ങളിലെയും കാവുകളിലെയും ആചാരാനുഷ്ഠാനങ്ങൾ ഇത്തരം പ്രകൃതി ആരാധനയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. കാടിനെ കാക്കുന്ന കാവ് പ്രകൃതി സംരക്ഷണത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും ഭാഗമായ കാളി ആരാധനാ സങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. പുറ്റിങ്ങൽ ദേവീക്ഷേത്രം കേവലം ആരാധനയുടെ കേന്ദ്രമെന്നതിലുപരി സാമൂഹിക സമത്വത്തിനും ഐത്തോച്ചാടനത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ ഒരു ചരിത്രമാണ് പേറുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ്
കേരളത്തിൽ ഐത്താചാരം അതിന്റെ മൂർധന്യത്തിൽ നിന്ന കാലത്ത് താഴ്ന്ന ജാതിയായി കണക്കാക്കിയിരുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് പൂജാകർമ്മങ്ങൾ നടത്താൻ അനുവാദം നൽകിയിരുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു പുറ്റിങ്ങൽ. ദേവപ്രശ്നത്തിലെ വിധിപ്രകാരം ക്ഷേത്രമുണ്ടായ കാലം മുതൽ തന്നെ ഈഴവർ പൂജ ചെയ്യണമെന്ന രീതി തുടർന്നു പോന്നു. നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ചായിരുന്നു ആ തീരുമാനം. നിലവിൽ ക്ഷേത്രഭരണം നിർവഹിക്കുന്നത് 15 പേരടങ്ങുന്ന ഒരു ട്രസ്റ്റാണ്. ഇതിൽ 3 പേർ പ്രത്യേക അവകാശമുള്ള ശാന്തി കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ആയിരിക്കണം. ബാക്കിയുള്ളവരെ പൊതുജനം തെരഞ്ഞെടുക്കും. നിലവിൽ 15-അംഗ ഭരണസമിതിയിൽ 8 പേർ 4 നായർ കരകളിൽ നിന്നുള്ളവരും 3 പേർ ശാന്തി കുടുംബത്തിൽ നിന്നുള്ള ഈഴവരും 4 പേർ മേൽപ്പറഞ്ഞ 4 കരകളിൽ നിന്നുമുള്ള നായരല്ലാത്ത ഓരോ പ്രതിനിധികളുമാണ്. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവം കേരളീയ ക്ഷേത്രോത്സവങ്ങളുടെ തനിമ വിളിച്ചോതുന്നതിനൊപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണമാണ് മത്സരക്കമ്പം. ദേവിയെ കണ്ടെടുത്ത കുറവ സമുദായത്തിൽ ഉൾപ്പെട്ടവർ ഉൾപ്പെടെ ഹൈന്ദവ സമുദായത്തിലെ എല്ലാ വിഭാഗക്കാർക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഓരോരോ ആചാരങ്ങൾ ചെയ്യാനുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ ഉൾക്കൊള്ളൽ മനോഭാവത്തെയും സാമൂഹ്യ ബന്ധങ്ങളെയും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നു. ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് തോറ്റംപാട്ട്. വൃശ്ചികം 21 മുതൽ ഉത്സവദിനം വരെ തോറ്റംപാട്ട് നടത്തുന്നു. ശിവനേത്രങ്ങളിൽ നിന്നുള്ള ഭദ്രകാളിയുടെ അവതാരത്തിൽ തുടങ്ങി ദാരികവധം വരെയുള്ള ഭാഗങ്ങളാണ് ഈ പാട്ടിലുള്ളത്. ശക്തിയുടെ ഉത്ഭവത്തെയും ദാരികനെ വധിച്ചതിലൂടെ തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തെയും ഇത് ഓർമ്മിപ്പിക്കുന്നു. ഈ വർഷം 90 ദിവസത്തെ തോറ്റംപാട്ടാണ്. 90 ദിവസത്തിലെ 5 പാട്ട് ദേവസ്വത്തിൻ്റെതാണ്. ഇപ്പോഴത്തെ പാട്ട് ഈ 85 പാട്ട് വെളിയിൽ ഭക്തർക്ക് കൊടുത്തിരിക്കുകയാണ്. അത് നമ്മളെ ഇത് ഏതാണ്ട് ഒരു 2 ദിവസം കൊണ്ട് തന്നെ അതെല്ലാം ഫുള്ളായി. ബാക്കി ഒരുപാട് പേർക്ക് വെളിയിൽ കിട്ടാൻ ഇല്ലാതെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി. കാരണം 2 ദിവസം കൊണ്ട് ഫില്ലാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടാത്ത ഒരു 10-50 പേരോളം കിട്ടാത്തവരുണ്ട്. അവർ ഇത് അനൗൺസ് ചെയ്ത ആദ്യത്തെ ഫസ്റ്റിൽ തന്നെ വന്ന് ബുക്ക് ചെയ്തു. അങ്ങനെ ഒരു 45 പാട്ട് അങ്ങനെ അങ്ങ് പോയി. അതുകൊണ്ടാണ് ഈ റഷ് ഉണ്ടായത്. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവം ദേവിയുടെ ജന്മദിനമായി കണക്കാക്കുന്ന മീനമാസത്തിലെ ഭരണി നാളിലാണ്. 7 ദിവസത്തെ ഉത്സവം നാടാകെ അമ്പലപ്പറമ്പിലേക്ക് ഒഴുകിയെത്തും. കൊടിയേറ്റ് കഴിഞ്ഞ ഉടനെയും കൊടിയിറക്ക് കഴിഞ്ഞും കമ്പടിക്കളി ആചാരപ്പെരുമയോടെ അരങ്ങേറും. ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി പ്രധാന പരിപാടികൾ അരങ്ങേറാറുണ്ട്. ഇതിൽ അശ്വതി വിളക്ക് ദേവിക്ക് സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ്. ഉത്സവ ദിനങ്ങളിൽ കഥകളി നിർബന്ധമാണ്. കഥകളി പ്രിയയാണ് പുറ്റിങ്ങൽ ദേവി. കൂടാതെ കൊടിയേറ്റ് കഴിഞ്ഞ ഉടനെയും കൊടിയിറക്ക് കഴിഞ്ഞും കമ്പടിക്കളി ആചാരപ്പെരുമയോടെ അരങ്ങേറും. മരമെടുപ്പ്, നെടും കുതിരയെടുപ്പ് തുടങ്ങിയ കേരളീയ കലാരൂപങ്ങളും അനുഷ്ഠാനപരമായ കാഴ്ചകളും ഉത്സവത്തിന്റെ ഭാഗമാണ്. ഉത്സവത്തിനു പുറമെ തുലാമാസത്തിലെ നവരാത്രിയും വിജയദശമി ദിനത്തിലെ വിദ്യാരംഭവും ഇവിടെ പ്രധാന ചടങ്ങുകളായി കണക്കാക്കുന്നു. ഉഗ്രഭാവത്തിൽ കുടികൊള്ളുന്ന ദേവിയെ വർഷത്തിലൊരിക്കൽ ഭക്തർക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ കഴിയുന്ന ദിവസമാണ് ക്ഷേത്രത്തിലെ ഗുരുതി ദിവസം. കുറച്ചു നേരത്തേക്ക് മാത്രം തുറക്കുന്ന ക്ഷേത്രത്തിന്റെ വടക്കേ വാതിൽ വഴി ദേവിയെ കാണാൻ ആയിരങ്ങളെത്തും. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന മത്സരക്കമ്പം അഥവാ വെടിക്കെട്ട് വളരെ പ്രശസ്തമാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ മത്സരക്കമ്പമായിരുന്നു ഇത്. എന്നാൽ 2016 ഏപ്രിൽ 10 നടന്ന വെടിക്കെട്ട് ദുരന്തത്തിന് ശേഷം അപകടം ഒഴിവാക്കാനും പൊതുജന സുരക്ഷ ഉറപ്പാക്കാനും വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി. പുറ്റിങ്ങൽ ക്ഷേത്രം അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും സാമൂഹിക ഉൾക്കൊള്ളലും കൊണ്ട് ശ്രദ്ധേയമാണ്. ഈഴവ സമുദായക്കാർക്ക് പൂജയ്ക്ക് അവകാശം നൽകിയതിലൂടെയും കുറവ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ് ദേവിയെ കണ്ടെത്തിയതെന്ന വിശ്വാസത്തിലൂടെയും എല്ലാ ഹൈന്ദവ സമുദായങ്ങൾക്കും ആചാരങ്ങൾ ഏർപ്പെടുത്തിയതിലൂടെയും ഈ ക്ഷേത്രം സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു കേന്ദ്രമായി നിലകൊള്ളുന്നു. കേരളത്തിലെ നാനാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ ദർശനത്തിന്, ഉത്സവത്തിന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഉത്സവമാണ് പ്രധാന. മീനമാസത്തിലെ 7 ദിവസം നിൽക്കുന്ന ഉത്സവമാണ് പ്രധാനം. അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം നീണ്ടു നിൽക്കുന്ന പാട്ടുത്സവം, പിന്നെ നമ്മൾ പിന്നെ നവരാത്രി ആഘോഷം, ഇപ്പോൾ നമ്മൾ ഈ അഷ്ടമ, അങ്ങനെ ഈ പരിപാടികൾ, അങ്ങനെ എല്ലാ ജനങ്ങളും ഇവിടെ അനേകം ടൂറിസ്റ്റുകൾ വരുന്നതാണ്. കാരണം പ്രത്യേക ഒരു അനുഭൂതിയാണ് അമ്പലത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരേ മനസ്സോടെ കാണുന്ന ഒരു അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ ഐശ്വര്യമാണ് ഇത് പരവൂരിൻ്റെ ഐശ്വര്യം. ഈ പുറ്റിങ്ങൽ ക്ഷേത്രം എന്ന് പറയുന്നതാണ് പരവൂരിൻ്റെ ചൈതന്യം. ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും ഇല്ലെങ്കിൽ ഈ പരവൂരിൻ്റെ പ്രസക്തി തന്നെ ഇല്ല. അങ്ങനെ ഒരുപാട് ഉത്സവങ്ങളുടെയും ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഒരു നാടാണ് പരവൂർ. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇവിടെ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രം. അവിടുത്തെ ഉത്സവത്തിന് വന്നുകൂടുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുണ്ട്. അങ്ങനെ വരുന്ന ആ അശ്വതി ഭരണി ദിവസങ്ങളാണ് പ്രധാനം. അങ്ങനെ എല്ലാവരുടെയും മനസ്സോടി ഒത്തൊരുമയോടുകൂടി നിൽക്കുന്ന ഒരേ മനസ്സുകൾ, നന്മ ചൈതന്യം, അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ ചരിത്രത്തിലെ പ്രധാന ഏടാണ്
പുറ്റിങ്ങൽ ക്ഷേത്രഭരണം സംബന്ധിച്ച കോടതി വിധികൾ. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മാത്രം കുത്തകയല്ലാതെ പൊതുജനങ്ങളുടെ വകയായി ഒരു ആരാധനാലയം മാറുന്നത് ജനാധിപത്യപരമായ കാഴ്ചപ്പാടിന്റെ വിജയമാണ്. കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായി നവചണ്ഡികായാഗത്തെ എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ക്ഷേത്രവും നാട്ടുകാരും. എൻ്റെ യാഗമെന്ന് വെച്ചാൽ മൂകാംബികയിലെ തന്ത്രി മുഖ്യനാണ് വരുന്നത്, ഡോക്ടർ രാമചന്ദ്ര അടിയാർ. അപ്പോൾ ഈ നമ്മൾ കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ആരും കൈവയ്ക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ഭാരിച്ച ചെലവ് തന്നെയാണ് ഈ യാഗം എന്ന് പറയുന്നത്. ഹോമം എല്ലായിടത്തും ഉണ്ട്, ഒരുപാടടുത്ത് ഹോമമുണ്ട്. പക്ഷേ യാഗം കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് വളരെ ഗംഭീരമായിട്ടായിരിക്കും ഇത് നടത്തുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാ ഭക്തജനങ്ങളെയും ഈ ചണ്ഡികായാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് തന്ത്രി പറഞ്ഞിട്ടുണ്ട്. പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രം ആഴമേറിയ വിശ്വാസങ്ങളെയും സാമൂഹിക സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളെയും ഒരുമിച്ച് പേറുന്ന ഒരു ആരാധനാലയമാണ്. ഉറുമ്പിൻ പുറ്റിൽ കുടികൊള്ളുന്ന ഭദ്രകാളിയുടെ ഐതിഹ്യം മണ്ണിന്റെ മണവും മനുഷ്യന്റെ ഭക്തിയും ചേർന്ന ഒരു സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം തന്റെ ചരിത്രത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇന്നും വിശ്വാസികൾക്ക് ആശ്വാസവും ആശ്രയവുമേകുന്നു. പുനരുദ്ധാരണം പൂർത്തിയാവുമ്പോൾ പുറ്റിങ്ങൽ ക്ഷേത്രം കേരളത്തിന്റെ ചരിത്രത്തിൽ സഹിഷ്ണുതയുടെയും വിശ്വാസത്തിന്റെയും ഒരു പുതിയ അധ്യായമാവും എഴുതി ചേർക്കുക.